പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്കർ ഇന്റീരിയേഴ്സ്. ഇന്ന് ഞാനുള്ളത് കണ്ണൂർ പയ്യന്നൂരാണ്. മുനീർ സാറിൻ്റെ വീട്ടിലാണ്. ഈ വീടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ വീടിൻ്റെ ഓണർ കൂടിയ മുനീർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിൻ്റെ ഒരു റിവ്യൂ ചോദിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമ്മുടെ വ്യൂവേഴ്സിനോടൊരു റിവ്യൂ പറയാം സാറേ. തീർച്ചയായും. ഞാൻ യൂട്യൂബ് വഴിയാണ് സാറിനെ ബന്ധപ്പെട്ടത്. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന ടൈമിന് ഞാൻ കാസർഗോഡ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഇവിടെ വരികയും മെഷർമെൻ്റ് എടുക്കുകയും എനിക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും നല്ലൊരു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഫാസ്റ്റാക്കി. കാരണം ഞാൻ അളവെടുത്തിട്ട് ഒരു 4 ദിവസം കൊണ്ട് അല്ല 5 ദിവസം കൊണ്ട് ഫെറോ സിമെന്റിന്റെ ആളിവിടെ വന്നൊരു 3 ദിവസം കൊണ്ട് പണി തീർത്തു. ഡോറിന്റെ വർക്ക് നമ്മൾ എത്ര ദിവസം കൊണ്ട്? ഒരാഴ്ച കൊണ്ട് ഡോർ വർക്കും പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ടോട്ടൽ 7, 3, 10, 12 ദിവസം കൊണ്ട് മൊത്തം വർക്ക് ഫിനിഷ് ചെയ്തല്ലേ? ഒരു 12 ദിവസം കൊണ്ട് മൊത്തം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഫിനിഷ് ചെയ്യാൻ പറ്റി. ആൾക്കാരൊക്കെ വന്നതിന് ശേഷം സാധനം നല്ലൊരു അഭിപ്രായമായിരുന്നു. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും മൊത്തത്തിൽ ഈ കണ്ണൂർ ഭാഗത്ത് ഫെറോ സിമെന്റ് കുറവായിരുന്നു. ഫെറോ സിമെന്റ് ഉണ്ട്, പക്ഷേ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് എങ്ങനെ ഡോർ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ ഇവിടെ പലർക്കും ഉണ്ട്. അതൊരു ഫെറോ സിമെന്റ് മാത്രം ചെയ്ത് പോകുന്ന ടീമുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ സാറി കഴിഞ്ഞ ദിവസം, അതായത് ഞങ്ങൾ ഈ വർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വേറൊരു വീട്ടിൽ ഫെറോ സിമെന്റ് ചെയ്ത ഒരു വീടുണ്ടായിരുന്നു. അവരിത് വന്ന് കണ്ടതിന് ശേഷം നമ്മളെ വിളിച്ച് ഡോറിന്റെ വർക്ക് ചെയ്തു. സാറിന്റെ കസിൻ എന്തോ അല്ലേ അത്? അതെ. അപ്പൊ ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാറ് നമ്മുടെ സാറിന്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ റെഫർ ചെയ്യും എങ്ങനെയാണ്? തീർച്ചയായും ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേറെ വലിയ വീടിന്റെ വർക്ക് ചെയ്താലും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും കിട്ടുന്നു. അല്ല, അത് നമ്മുടെ എന്റെ സൂപ്പർവൈസർ പോയി നോക്കിയായിരുന്നു ഒരു സൈറ്റ്. ഒന്ന് ഓൾറെഡി കഴിഞ്ഞു, ഒന്നും കൂടെ വരാനുണ്ട്. അല്ല, അത് കൂടാതെ സാറ് പറഞ്ഞൊരു വർക്ക് നമ്മളിവിടെ പോയി നോക്കിയിട്ടുണ്ട്. അത് വലിയ വീടാണ്. അത് വേറെ സിമെന്റ് ഫെറോ സിമെന്റ് വേറെ ടീം ചെയ്തത്. അവർക്ക് അതിന്റെ ഡോർ ചെയ്യാനുള്ള ഇതില്ല. അങ്ങനെ കണ്ടതിന് ശേഷം അത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇവരെ കോൺടാക്ട് ചെയ്തത്. അതെ. എന്തായാലും കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. വർക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ വീട്ടിൽ നമ്മൾ ഫെറോ സിമെന്റ് വെച്ച കിച്ചന്, വർക്ക് ഏരിയ, വാഷ് യൂണിറ്റ് കൂടാതെ ബെഡ്റൂം വാർഡ്രോബ്സ് ഇവയൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബെഡ്റൂമിൽ നമ്മൾ പ്രീ ലാമിനേറ്റഡ് MDFും കിച്ചനും വർക്ക് ഏരിയയും വാഷ് യൂണിറ്റും നമ്മൾ 710 ഗ്രേഡ് പ്ലൈവുഡ് ലാമിനേറ്റ്സ് ഹോട്ട് പ്രസ് ചെയ്തുമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. C ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഈ കിച്ചനകത്ത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ച കാര്യമാണ്, ഫെറോ സിമെന്റിൽ ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മളിവിടെ ഹോബിന് നേരെ താഴെയായിട്ട് 3 ടാൻഡം ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമ്മൾ കട്ട്ലറി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. കൂടാതെ അതിൻ്റെ താഴെ 2 ബാസ്ക്കറ്റ് കൂടി ക്രമീകരിച്ചിരിക്കുന്നു. അതിനകത്ത് നമുക്ക് കപ്പ് ആൻഡ് സോസറോ പ്ലെയിൻ ബോട്ടിൽസോ എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇതുകൂടാതെ ഒരു 3 ലെയറിൻ്റെ ഒരു ബോട്ടിൽ പ്ലോട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്, 304 ആണ് അതിൻ്റെ ഗ്രേഡ്. ഇതുകൂടാതെ അപ്പർ ക്യാബിൻ കൂടി നമ്മൾ ഈ സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മറു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിങ്കിനോട് ചേർന്ന് തന്നെ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ അപ്പർ ക്യാബിൻ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടോൾ യൂണിറ്റ് കൂടി നമ്മൾ ഈ കിച്ചനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
എൽ ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഇവിടെ നമ്മൾ വർക്ക് ഏരിയയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു 3 ബർണറിൻ്റെ ഒരു നോർമൽ അടുപ്പ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി നമ്മൾ കൊടുത്തിട്ടില്ല. അടുപ്പിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു ഓപ്പൺ സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നു. കൂടാതെ സിങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. മൂന്ന് ഡോറുള്ള ഒരു ബെഡ്റൂം വാർഡ്രോബാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മളൊരു സ്റ്റഡി ടേബിളും ഒരു ബുക്ക് ഷെൽഫും കൂടി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ പണിതിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കൺസീൽഡ് ഡ്രോ കൂടി നമ്മൾ കൊടുത്തിരിക്കുന്നു. പ്രീ ലാമിനേറ്റഡ് MDF വെച്ചിട്ടാണ് ഇതിൻ്റെ ഡോറ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രഡക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമ്മളുടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ കേരളം മുഴുവൻ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണൂരാണുള്ളത്. കാസർഗോഡ് റീസെൻ്റ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്കർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.